ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്കുള്ള കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോയും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ് കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നതേ നമ്മുടെ അലീന കിച്ചണിൽ ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിച്ചണിൽ പാചകം ചെയ്യല്ല, ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം രേവതിക്കുട്ടീനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയ കാര്യം വിളിച്ചു പറയണമല്ലോ. നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തി എല്ലാവരും. അപ്പൊ രേവതിക്കുട്ടീനെ വിളിച്ചിട്ട്, അതെ രേവതിക്കുട്ടി, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ എന്ന് പറഞ്ഞു. ഓ എന്റെ പൊന്നലീന ചേച്ചി, നിങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ. ഈ വീടാകെ ഉറങ്ങി തൂങ്ങി കിടക്കുക. ഓ പറയാതെ ഇരിക്കാൻ പറ്റണില്ല കേട്ടോ. അതുപോലെയാ ഇവിടെ ഒരു മൂകത എന്ന് പറഞ്ഞപ്പം, അത് സാരമില്ല, അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് സെറ്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ, ഒരു ദിവസം 2 ദിവസം കൊണ്ട് സെറ്റൊക്കെ ആയിക്കോളും, അതെനിക്കറിയാം. നിങ്ങൾ വന്നതേ ഇവിടെ ഗ്രേസി ആന്റിക്കും മാമച്ചനെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ ഈ വീട്ടിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നപ്പോഴാണ് അവർക്ക് കുറച്ച് ആശ്വാസമായത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്നതേ അവർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതെനിക്കറിയാം മോളെ, അവര് നല്ല മനുഷ്യര് തന്നെയാ, നല്ല കൂട്ടര് തന്നെയാ. മോളെ നീ വേദനിപ്പിക്കല്ലോട്ടോ അവരെ. നീ അതും ഇതുമൊക്കെ പറഞ്ഞ്, ഏയ് ഞാൻ വേദനിപ്പിക്കാനോ? ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയാ അവരെന്തെങ്കിലുമൊക്കെ എന്നോട് പറയുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിലേ അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവത്തില്ല. എൻ്റെ ഈ ചില കേൾക്കാൻ വേണ്ടി അവൻ എന്നോട് സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയാം രേവതി ചേച്ചി. അല്ല രേവതി ചേച്ചി എന്നല്ല, അലീന ചേച്ചി. പിന്നെ നമുക്കൊക്കെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അലീന ചേച്ചി സ്വന്തം വീട്ടിൽ പോയിട്ട് പോലും കിട്ടാത്തൊരു സുഖം എനിക്കിപ്പോൾ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ അലീന ചേച്ചി ഞാനിവരെ വേദനിപ്പിക്കുന്നത്? ഒരിക്കലുമില്ല, ഒരിക്കലും ഞാൻ ഇവരെ വേദനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ എനിക്ക് കിന്നാരം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ലേ, ഞാൻ ഫോൺ വെക്കാണ് കേട്ടോ. ഇവിടെ ചായ കുടിക്കാനായിട്ടും ലെമൺ ജ്യൂസ് കുടിക്കാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുക. ആണോ? ഓഹോ, ഇവിടെ ചായയും ജ്യൂസൊന്നും കിട്ടാതെയല്ലേ അങ്ങോട്ടേക്ക് എല്ലാവരും പോയത്? അതെ പിന്നെ രോഹിത്തിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? അതെന്താ രോഹിത്തിന് പ്രശ്നമൊന്നും ഇല്ലെന്ന് നീ എടുത്തു ചോദിക്കുന്നത്? അല്ല, ഞാൻ കുറെ കളിയാക്കൊക്കെ ചെയ്തായിരുന്നല്ലോ. പോരാ നേരത്തെ ഒന്ന് സമാധാനിപ്പിച്ചിട്ടൊക്കെയാ വിട്ടത്. എന്നാലും അവന്റെ മനസ്സിലൊന്നും ഇരിക്കുന്നൊന്നും ഇല്ലെന്നേ. നീ പറയുന്ന തമാശ അതേപടി അവൻ തിരിച്ചടിക്കുന്നു. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആ പിള്ളേരുടെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല മോളെ. എന്നാ നീ വെച്ചേരെ, ഫോൺ വെക്കുകയാണെ ഞാൻ സമയം കിട്ടുമ്പോൾ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ കട്ട് ചെയ്തു കേട്ടോ. ഫോണൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ചായയൊക്കെ ആയിട്ട് ചെന്നിട്ട് നമ്മുടെ അലീന പറഞ്ഞു, അതെ പെട്ടെന്ന് 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 എല്ലാവരും ചായ കുടിച്ചിട്ട് പെട്ടെന്ന് ഫ്രഷ് ആയിക്കേ. എന്നിട്ടേ കൃഷ്ണമോളെ നീ വല്ലതും എടുത്തു വെച്ച് പഠിക്കുക. ബബിതയ്ക്കൊന്നും പഠിക്കാനില്ലേ? ബബിത നീ വല്ലതും എടുത്തു വെച്ച് പഠിക്കുക. ഓ ഇന്നത്തെ ദിവസം ഇനി വയ്യ അലീന ചേച്ചി, പറഞ്ഞില്ലേ. അവിടെ 2 3 ദിവസം എന്ത് രസമായിരുന്നു. ഒരു ദിവസം കൂടെ നിന്നിട്ട് വന്നാ മതിയായിരുന്നു. ആ പിന്നെ ഒരു ദിവസം കൂടെ അച്ഛനിങ്ങ എത്തും അറിയാലോ. അച്ഛൻ കൊല്ലത്തെത്തിയതാ. ഇനിയിപ്പം അച്ഛൻ ഇങ്ങോട്ടേക്ക് വരാന് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെയോ ഒക്കെ ആയിട്ട് വരില്ലേ. അപ്പൊ പിന്നെ നമ്മൾ അങ്ങ് പോയി കിടക്കാൻ പറ്റുമോ? അങ്ങ് പെട്ടെ നീ എന്താ ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ നമ്മുടെ അലീന. അപ്പൊ പറഞ്ഞു, അല്ല അവിടെ ആകുമ്പോ ഒരു രസം ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഒരു രസമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രോഹിത് പറഞ്ഞു, അതെ കൃഷ്ണമോള് പറഞ്ഞത് ശരി തന്നെയാ. അവിടെയായിരുന്നു ഇപ്പം എന്തോ ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ മൂടിക്കെട്ടി ഒരു രസവുമില്ല. ഇത് തന്നെയാ പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ഭയങ്കര വൈബായിരുന്നു, അതുപോലെ രേവതിക്കും അവിടെ വൈബായിരുന്നു പോലും. നിങ്ങളുണ്ടായിരുന്നപ്പം ഭയങ്കര രസമായിരുന്നു. ഇപ്പം നമ്മുടെ ഗ്രേസി ആന്റി മാമച്ചനെങ്കിലും എല്ലാവരും ഒരു മൂലയ്ക്ക് പോയി ഇരിപ്പുണ്ടെന്നാ പറഞ്ഞത്. അയ്യോ അവരെത്ര നല്ല മനുഷ്യരല്ലേ. ഇതുപോലെ ഉള്ളൊരു മനുഷ്യരെ സത്യം പറഞ്ഞാലേ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെയുള്ള മനുഷ്യരും ഉണ്ട്. അതെ നമുക്കെല്ലാവരും ഉള്ളപ്പം നമുക്ക് നമ്മുടെ വിലയോ മറ്റുള്ളവരുടെ വിലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ വേറൊരു ലോകത്ത് തന്നെ ആയിരിക്കും. പക്ഷെ ആരുമില്ലാതെ ജീവിക്കുന്ന ഒരു ടൈമില്ലേ, ആ ഒരു ടൈം പീരീഡ് ആരുമില്ലാതെ വരുമ്പോൾ നമുക്ക് എല്ലാവരും വിലപ്പെട്ടവർ തന്നെ ആയിരിക്കും. അതുപോലെയല്ലേ ഗ്രേസി ആന്റി മാമച്ചനങ്ങളും? അവർക്ക് ആരാ ഉള്ളത്? ആരുമില്ല. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഥികളാണെങ്കിലും അവരങ്ങനെയാന്നേ. എനിക്കറിയാം. പിന്നെ ഇച്ചിരി കുറച്ചൊക്കെ നമ്മള്
അതിഥികളെ സ്വീകരിക്കണം, അല്ലെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ മനുഷ്യത്വം കാണിക്കണം. പക്ഷേ പലരും ഇപ്പൊ അതൊന്നും ചെയ്യാറില്ല മക്കളെ എന്ന് പറയും. പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മ. ഓ, ഇവിടെ ആരെങ്കിലും വന്നാ ഉണ്ടല്ലോ മോക്ക് എടുത്തു വെച്ച് കയറ്റി അങ്ങിരിക്കുന്നേ. എന്റെ കൂട്ടുകാരി വന്നാലും അത് തന്നെയാ അമ്മ ചെയ്യുന്നത്. ഒരു വൃത്തികെട്ട സ്വഭാവമായി പോയി എന്നൊക്കെ ഇങ്ങനെ പറയാം നമ്മുടെ ബബിത. അപ്പോഴത്തേക്ക് അലീന പറഞ്ഞു, വേണ്ടാട്ടോ, അമ്മയെ കുറ്റം പറയണ്ടാട്ടോ. വെറുതെ എന്തിനാ അമ്മേനെ കുറ്റം പറയണത്? നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ സ്വന്തം അമ്മ. മതി മതി, എണീറ്റേ, എല്ലാവരും പോയി ഒരു കാര്യം ചെയ്യാം, ഫ്രഷ് ആയിക്കേ എന്ന് പറഞ്ഞ് അലീന എല്ലാത്തിനും അവിടെ നിന്ന് വലിച്ചു പൊക്കി എണീറ്റ് അവനവന്റെ റൂമിലൊക്കെ കയറ്റിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരൊന്ന് ഫ്രഷ് ഒക്കെ ആക്കിയെടുത്ത് പഠിപ്പിക്കുകയൊക്കെ വേണമല്ലോ. ഏതായാലും ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെയാണ്. അപ്പം നമ്മുടെ ബാലചന്ദ്ര മേനോന് അങ്ങ് എത്തിയിരിക്കുകയാണ് കേട്ടോ, സ്റ്റാൻലിയുടെ വീട്ടിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഗോവർദ്ധനോട് പറഞ്ഞു, ഞാന് കയറിപ്പോയി ഞാൻ സ്റ്റാൻലിയെ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി അയാളെ കണ്ടിട്ട് വരാം, ഒരു കാര്യം ചെയ്യും, ഗോവർദ്ധൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ഞാനും കൂടെ വരാൻ പാലേട്ടാ, പരിചയമില്ലാത്തൊരു സ്ഥലമല്ലേ, ഇവിടെ കണ്ടിട്ടാകെ എന്തോ വശവശക് പോലെ തോന്നുക പറഞ്ഞപ്പോൾ ഒരു വശവശകവും ഇല്ല. ഞാൻ വന്നത് അയാളെ കാണാനാണെങ്കിൽ അയാളെ കണ്ട് അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വരത്തുള്ളൂ. ഈ ബാലചന്ദ്രനെയാ നീ ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പേടിക്കുന്നത്. ഈ ബാലചന്ദ്രനെ നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇനിയിപ്പൊ പേടിക്കേണ്ടവരെ വേറെ ആരുമല്ല, വൈജയും ഞാൻ ദേ പോയി കാണാൻ പോകുന്ന ആൾക്കാരൊക്കെയാ. ഏതായാലും ഞാൻ പോയി കണ്ടിട്ട് വരാം, നീ പേടിക്കാതെ ഇവിടെ ഇരിക്കടാ. ദേ ഈ ബാലചന്ദ്രന്റെ പേടി എന്നുള്ളൊരു സാധനം ഇല്ല ഇപ്പം. ഈ ബാലചന്ദ്രന്റെ മനസ്സ് നിറയെ വൈരാഗ്യവും വാശിയും ഒക്കെ ഇപ്പം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, എന്റെ പൊന്നു ബാലേട്ടൻ എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ സ്റ്റാൻലിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു രീതിയിൽ നമ്മുടെ സ്റ്റാൻലി ഒരു കസേരയിൽ ഇരിക്കുകയാണ്. വീട്ടിന്റെ ഒരു സൈഡ് വശത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു കസേരയിൽ, ഒരു ചൂരൽ കസേരയിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മദ്യപിച്ചോണ്ടാണ് മനുഷ്യൻ ഇരിക്കുന്നത്. അങ്ങനെ മദ്യപിക്കുകയാണ്. അപ്പോഴത്തേക്ക് 3-4 സൈഡിൽ നിന്ന് പട്ടികൾ ഓടി വരുന്നുണ്ട്. പട്ടികൾ ഓടി വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പേടിയാകും. അതുപോലെ 5-6, ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ പ്രമോയിൽ പറഞ്ഞ പോലെ 5-6 സൈസുള്ള പട്ടികൾ, വലിയ പട്ടികൾ ഓടി ഓടി വരികയാണ്. ഓടി വന്ന് എന്തോ നമ്മളുടെയൊക്കെ ഫ്രണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ തിന്നും അത്. അതുപോലത്തെ 2-3 പട്ടികൾ, 2-3 പട്ടികളല്ല അവിടെ ഉള്ളത്, കുറെ പട്ടികളുണ്ട് കേട്ടോ. അതും പല സൈസിലും പല ഇനത്തിലും മുഴുപ്പിലും ഒക്കെ ഉള്ളൊരു പട്ടികള്. ചിലതിനെ കണ്ടാൽ നമുക്ക് അറപ്പാവും, ചിലതിനെ കണ്ടാൽ നമുക്ക് ഭീകരത്വം തോന്നും, ചിലതിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ പട്ടികളെ പോലെ അങ്ങനെയൊക്കെ ഉള്ള പട്ടികൾ. അങ്ങനെ ഓടി വരുന്നു. പട്ടികൾ വന്നിട്ട് നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് നാക്കൊക്കെ വെളിയിലിട്ട് ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണ്. സ്റ്റാൻലി മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണേ. എന്താണ് നിങ്ങൾ നോക്കുന്നത്? ഇവർക്കും മദ്യം വേണം. ഇതുങ്ങളെ മദ്യത്തിന് അഡിക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് സ്റ്റാൻലി നല്ലൊരു മദ്യപാനിയാണ് കേട്ടോ. നല്ല മദ്യപാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് എപ്പോഴും മദ്യം വേണം, എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോഴത്തേക്കും ഈ പട്ടികൾ ഓടി വന്നതും ഈ സ്റ്റാൻലി എന്ത് ചെയ്യുന്നു, ഈ പട്ടികൾക്ക് മദ്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. സിറിഞ്ചിലെങ്ങാണ്ടാണ് മദ്യം കൊടുക്കുന്നത്, കറക്റ്റ് കൺഫേം അല്ല. അങ്ങനെ മദ്യം കൊടുക്കുകയാണ്. അങ്ങനെ മദ്യം കൊടുക്കുന്നു. ഈ പട്ടികൾ ആർത്തിയോടുകൂടി ആ മദ്യം കുടിച്ചിട്ട് നമ്മുടെ സ്റ്റാൻലിയുടെ മുമ്പിൽ ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന പോലെ, എന്താ പറയാ, യജമാന്റെ മുമ്പിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നത് പോലെ ആ മദ്യം കുടിച്ചിട്ട് ഇങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പ്രശ്നമില്ലാത്ത നമ്മുടെ യജമാനെ നോക്കി യജമാൻ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഓരോന്നിനും ഓരോ പേരൊക്കെ നമ്മുടെ സ്റ്റാൻലി ഇട്ടിട്ടുണ്ട്. പേരൊക്കെ വിളിക്കുമ്പോഴത്തേക്കും അതുപോലെ അനുസരണയോടെയാണ് ഈ പട്ടികൾ വരുന്നത്. ഏതായാലും നമ്മുടെ അലീനയ്ക്ക് പട്ടിയുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അലീനയ്ക്ക് പട്ടികൾ എന്ന് വെച്ചാൽ ജീവനാണ്. പട്ടികളോട് സംസാരിക്കാനും പട്ടികളോട് കൂട്ടുകൂടാനും ഒക്കെ ഒരു പ്രത്യേക കഴിവാണ്. അത് ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയതായിരിക്കും അല്ലേ. അതായത് ഓരോ ജനസിന്റെ ഇതായിരിക്കും. അങ്ങനെ നമ്മുടെ അലീനയുടെ ആ ഒരു ഇതും ഈ പറയുന്ന സ്റ്റാൻലിയുടെ ഇതിൽ നിന്ന് തന്നെ വന്നതായിരിക്കും. സ്വന്തം മോളാണല്ലോ അലീന, ഒരേ ബ്ലഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. ഒരേ ബ്ലഡ് എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഈ ജെൻസിലൂടെ ഒക്കെ കിട്ടുക എന്നൊക്കെ കേട്ടില്ല. അപ്പൊ അതുപോലൊരു സംഭവമാണ് അലീനയ്ക്ക് കിട്ടിയിരിക്കുന്നത്, ഈ പട്ടി സ്നേഹം എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മളെയും എടുത്ത് കാണിക്കുന്നത് കേട്ടോ.
പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ വൈജയനെയാണ്. അപ്പൊ ഇതിനിടയിൽ വൈജയനെ കാണിക്കുന്നുണ്ട്. അപ്പൊ വൈജ നേരെ ബബിതനെ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവരെവിടെയാ, വന്നോ തിരിച്ചു വന്നോ എന്നൊന്നും അറിയില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും അതൊന്നും അറിയണമല്ലോ. തിരിച്ചു വന്നോന്ന് മാത്രമല്ല, അലീന അവിടെ ഉണ്ടോ, അലീനയെ പറഞ്ഞു വിടാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്നൊക്കെ അറിയണം. അങ്ങനെ നേരെ ബബിതനെ വിളിക്കുകയാണ്. ബബിത നോക്കിയതും നമ്മുടെ വൈജയാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് എന്താ അമ്മ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ നിങ്ങൾ എവിടെയാ, ഇപ്പോഴും അവരുടെ അടുത്ത് തന്നെയാണോ, വേലക്കാരിയുടെ കൂടെ നീ അങ്ങ് അവിടെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പം, ഓ അമ്മ ഞങ്ങളിങ്ങ് വന്നു. ഓ എന്തു പറ്റി നിന്റെ സ്വരത്തിലൊരു കടുപ്പം, സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. അത് പിന്നെ ഞാൻ നല്ല ടയേർഡാ അമ്മ. ടയേർഡോ, എന്ത് ടയേർഡ്? അത് അവിടെ 2-3 ദിവസം ഞങ്ങള് നല്ല നല്ല രീതിയിൽ ഞങ്ങൾ അവിടെ നല്ലൊരു എൻജോയ്മെന്റിലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു മൂകത. ഓ അപ്പം കണ്ടവരുടെ വീട്ടിൽ പോയി എൻജോയ്മെന്റ് നടത്താനാണോ നീ പോയത്? നാണമില്ലല്ലോടി നിനക്കൊന്നും, കണ്ട വേലക്കാരികളുടെ കൂടെ ഊര് തെണ്ടി നടക്കാനായിട്ട്. വേലക്കാരിയാണെന്ന് ഞങ്ങൾക്കും കൂടെ തോന്നണ്ടേ? അലീന ചേച്ചിനെ ഒരു വേലക്കാരിയായിട്ടല്ലമ്മേ ഞങ്ങൾ കാണുന്നത്. അമ്മ എന്തിനാ വീണ്ടും വീണ്ടും അലീന ചേച്ചിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്? ഒരിക്കലും അലീന ചേച്ചിനെ വേലക്കാരിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാ. ഓ നിങ്ങളുടെ സ്വന്തം ചേച്ചി, ഇത്രയും നാള് നിങ്ങളുടെ അച്ഛന്റെ പഴയ ബന്ധത്തിലുണ്ടായിരുന്നവളാണെന്ന് പറയായിരുന്നു. ഇപ്പൊ എന്തു പറഞ്ഞാടി കൊണ്ട് നടക്കുന്നത് നീ അവളെ? നാണമില്ലേടി നിനക്കൊന്നും? ഒരു വേലക്കാരിയുടെ വീട്ടിലേക്ക് ഒരു വേലക്കാരി ആ വീട്ടിൽ നിൽക്കുന്ന പിള്ളേരുമായിട്ട് പോയിരിക്കുന്നു. ഓ ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്റെ തൊലി ആകെപ്പാടെ ഉരിഞ്ഞു പോവുക. അതിന് കൂട്ടു നിൽക്കാനായിട്ട് നിന്റെ തന്തപ്പടിയും. ദേ അച്ഛനെ ഒന്നും പറയാതെ അമ്മേ. അച്ഛൻ എന്താ ചെയ്തത്? അച്ഛനൊന്നും ചെയ്യുന്നില്ലല്ലോ. അച്ഛൻ ഞങ്ങളെ ഇപ്പൊ അലീന ചേച്ചിയുടെ കൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ അലീന ചേച്ചിയോടുള്ള വിശ്വാസം, അലീന ചേച്ചിയോടുള്ള സ്നേഹം, അതുകൊണ്ടൊക്കെ തന്നെയാ. ഞാൻ പറയാലോ, എന്തുകൊണ്ടും വേറെ ആരുടെ കൂടെ പോകുന്നതിലും നല്ല വിശ്വസ്തയോടുകൂടി തന്നെ എനിക്ക് അലീന ചേച്ചിയുടെ കൂടെ പോകാനുള്ള ഒരു ധൈര്യമുണ്ട്. എനിക്ക് മാത്രമല്ല, കൃഷ്ണമോൾക്കും രോഹിത്തിനും. കൃഷ്ണമോൾക്ക് ഈ ധൈര്യം നേരത്തെ ഉണ്ടായിരുന്നു. ഞങ്ങള് കുറച്ച് ഈ ധൈര്യം കിട്ടാൻ വേണ്ടിയേ താമസിച്ചു. അമ്മയുടെ വലയത്തിലല്ലായിരുന്നോ? അമ്മയുടെ വലയത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന ചേച്ചി എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ദേ പെണ്ണെ, എന്റെ വായിലിരിക്കുന്നത് നീ കേൾക്കും. അമ്മയുടെ വലയത്തിൽ നിന്ന് മാറിയ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എന്നെ നീ പ്രതീക്ഷിക്കണ്ട. എന്നെ വൈജയന്തി എന്ന് പറയുന്ന ഒരു അമ്മ നിങ്ങൾക്ക് ഇനി ഉണ്ടാവില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മക്ക് ഇങ്ങ് വന്നൂടെ? അലീന ചേച്ചി ഇവിടെ എത്ര നല്ല രീതിയിലാ ഈ കുടുംബം നോക്കുന്നതെന്ന് അറിയാമോ? നിന്റെ അലീന ചേച്ചിനെ അമ്മയായിട്ട് അങ്ങ് സ്വീകരിച്ചോടി. അല്ലെങ്കിലും അയാള് അവിടെ കൊണ്ടുവന്നിരിക്കുന്നതേ അയാളുടെ വെപ്പട്ടിയായിട്ടല്ലേ. ചി അമ്മേ, ഇങ്ങനെയൊന്നും പറയാതെ അമ്മേ. എന്തിനാ വെറുതെ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് തരം താഴ്ന്നത്? ഞങ്ങളുടെ അമ്മ തരം താഴ്ന്നത് സത്യം പറഞ്ഞാല് ഞങ്ങൾക്കും ഒരു വല്ലാത്തൊരു ഇതാ. അതുകൊണ്ടാ പറയുന്നത്. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അലീന ചേച്ചി ഈ വീട്ടിൽ നിന്നാല് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നില്ല. അലീനി ആ വീട്ടിൽ നിന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഉപദ്രവം നിനക്കൊന്നും അറിയില്ലടി. അതൊക്കെ അറിയണമെങ്കിലേ നീയും എന്റെ പ്രായത്തിലെത്തണം, നീയും അമ്മയാകണം. എന്നാലേ ആ വേദന നിനക്ക് മനസ്സിലാകത്തുള്ളടി. ഏതായാലും ഞാൻ ഫോൺ വെക്കാം. അവളെ പറഞ്ഞു വിട്ടോ. അവളെ പറഞ്ഞു വിടാതെ ഒരിക്കലും ഈ വൈജ നിങ്ങളുടെ അമ്മയായിട്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് വരില്ല. പിന്നെ അയാളുണ്ടല്ലോ, അയാളോടും പറഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ചെറിയ ന്യൂസൊക്കെ അറിയാൻ വേണ്ടിയാ നമ്മുടെ വൈജ ഭവിതനെ വിളിച്ചത്. രക്ഷയില്ലെന്ന് വൈജയ്ക്ക് മനസ്സിലായി. കാരണം അലീനെ അവിടുന്ന് പറഞ്ഞു വിടുന്നില്ല, അല്ലെങ്കിൽ അലീനെ അവിടുന്ന് അവർ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നില്ല എന്ന ഒരു ബോധോദയം വരികയാണ് നമ്മുടെ വൈജയ്ക്ക്. അപ്പൊ വൈജയ്ക്ക് ഇനി എത്രയും പെട്ടെന്ന് റെന്റിനൊരു വീട് എടുക്കുക, അങ്ങോട്ടേക്ക് മാറുക എന്നതാണ് വൈജയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വൈജ നേരെ പോയി ബ്രോക്കറിനെ വിളിക്കുകയും ഒരു വീട് റെന്റിന് എടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ആ വീടിന്റെ കാര്യം അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മേഡം എപ്പോഴാണോ വരുന്നത്, അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുന്ന ആണല്ലോ, മേഡം എപ്പോഴാണോ വരുന്നത് ഒത്തിരി വെച്ച് താമസിപ്പിക്കരുത്, അപ്പം ഈ വീട് സെറ്റാണ് എന്ന് ആ ബ്രോക്കറും പറയുന്നുണ്ട്. ഏതായാലും വൈജ തയ്യാറെടുപ്പുകളോട് കൂടി തന്നെയാണ് നെടുപുരയ്ക്കൽ വീട്ടിൽ നിന്നും നേരെ ഷിഫ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ കൂടുതൽ നാള് കൈതക്കൽ തുടർന്നു കഴിഞ്ഞാൽ ആങ്ങളമാരുടെ ശല്യം ഉണ്ടാകുമെന്ന് വൈജയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് വൈജ എത്രയും പെട്ടെന്ന് റെന്റിന് വീടെടുത്ത് മാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനെയും ഗോവർദ്ധനെയും തന്നെയാണ്. അങ്ങനെ ഗോവർദ്ധനും ബാലചന്ദ്രനും നേരെ നമ്മുടെ കൊളുത്തുപുഴയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ നമ്മുടെ സ്റ്റാൻലിയുടെ വീട്ടിന്റെ അടുത്തെത്തി ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ്, പകുതി തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ അകത്തേക്ക് കയറി ചെല്ലുന്നു. ഉള്ളേ കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരാൾ നിപ്പുണ്ട് കേട്ടോ. അവിടുത്തെ കാര്യസ്ഥനെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, ആരാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാനേ അങ്ങ് കൊല്ലപ്പള്ളിയിൽ നിന്ന് വരികയാണ്. അല്ല കൊല്ലപ്പള്ളി അല്ലല്ലോ, കൊല്ലപ്പള്ളി അല്ലേ? സ്ഥലം മാറിപ്പോയോ? ഏതായാലും വരുന്ന സ്ഥലപ്പേര് പറഞ്ഞു കേട്ടോ. ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പം, അതെ
സ്റ്റാൻലി ചായനെ കാണാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചപ്പം അതെ, ഞാൻ സ്റ്റാൻലിനെ കാണാൻ വേണ്ടി വന്നതാ. ബിസിനസ് കാര്യങ്ങൾ വല്ലതും സംസാരിക്കാനാണോ? അല്ല, ഫോൺ വിളിച്ചായിരുന്നോ? ഇന്ന് വരാൻ പറഞ്ഞായിരുന്നോ? അത് ഞാൻ പെട്ടെന്നുള്ള വരവാണ്, എന്റെ പഴയൊരു ഫ്രണ്ടാണ്. അപ്പം പഴയ പട്ടാളക്കാരൻ വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഹേയ്, ഞാൻ പട്ടാളക്കാരനൊന്നും അല്ല. പക്ഷേ എനിക്ക് സ്റ്റാൻലി ചായനെ ഒന്ന് കാണണം. ഞാൻ സ്റ്റാൻലി ചായന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഒരു വല്ലാത്ത ഡൗട്ട് കേട്ടോ, ആരാന്ന് കറക്റ്റ് അറിയത്തില്ലല്ലോ. എന്നാ ഞാന് പോയി പറയായിരുന്നു, പേര് പറയായിരുന്നെങ്കിൽ ബാലചന്ദ്രൻ, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ എന്നാണ് എന്റെ പേര് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നാല് ഇവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ പോയി ഇപ്പൊ പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഏതായാലും അവിടെ ഈ പറയുന്ന കുറെ കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ സ്റ്റാൻലിക്ക് ഒരു ഡ്രൈവർ ഉണ്ട്, കിച്ചണിൽ നോക്കി നടത്തുന്ന ഒരാളുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു കാര്യസ്ഥനുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ബാലചന്ദ്രൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നോക്കി ഇപ്പം വലിയൊരു വീട്, വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട്, ഒരു പഴമയുടെ കുറച്ച് എന്തൊക്കെ ഒരു മൂടിയുള്ളൊരു വീട്, ഒരു വലിയൊരു റബ്ബർ എസ്റ്റേറ്റിന് നടുക്കാണ് ആ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു റബ്ബർ തോട്ടം ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് നടുക്കാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. ആകെ മൊത്തം എന്താ പറയുക, ഒരു ഭീകരത്വം തോന്നും കേട്ടോ. നമുക്ക് തന്നെ ഒറ്റയ്ക്ക് കയറി അങ്ങോട്ടേക്ക് ചെല്ലാൻ ഒരു ഭീകരത്വം തോന്നുന്ന ഒരു വീട്. അപ്പം നമ്മുടെ സ്റ്റാൻലിനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ഏതായാലും സ്റ്റാൻലി ഇറങ്ങി വരുന്നുണ്ട്. സ്റ്റാൻലി വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് സ്റ്റാൻലി ഇറങ്ങി വരുന്നില്ല, സ്റ്റാൻലി അവിടെ തന്നെ ആട്ടോ ഇരിക്കുന്നത്. സ്റ്റാൻലി ഇറങ്ങി വരുന്നില്ല. ബാലചന്ദ്രനെ വന്ന് ആ പുള്ളിക്കാരൻ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ പുറം തിരിഞ്ഞാണ് നമ്മുടെ സ്റ്റാൻലി ഇരിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു ഭീകരത്വം തോന്നുന്ന പോലെ ആ ഒരു ഇതുണ്ട്. അങ്ങനെ കയറി വരൂ മിസ്റ്റർ ബാലചന്ദ്രൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ബാലചന്ദ്രനാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി പുള്ളിക്കാരന്. നേരത്തെ കാര്യസ്ഥനോ അവിടുത്തെ വേലക്കാരനോ അങ്ങോട്ട് ചെന്ന് കാര്യം പറഞ്ഞത് കൊണ്ട് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലാൻ മടിക്കുന്നു. കാരണം കുറെ പട്ടികൾ ഇങ്ങനെ ചുറ്റിനും ഇരിക്കുകയാണ്. ബാലചന്ദ്രനെ കണ്ടിട്ടും ആ പട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ബാലചന്ദ്രനെ കണ്ടിട്ടും ആ പട്ടികൾ കുരയ്ക്കുന്നോ അങ്ങനെ ശബ്ദങ്ങളോ ഒന്നും പുറപ്പെടുപ്പിക്കുന്നില്ല. പക്ഷെ അതുങ്ങളെ കണ്ടാൽ ഒരു ഭീകരത്വം തോന്നിക്കുകയും ചെയ്യും. അങ്ങനെ ബാലചന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലുന്നു കേട്ടോ. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒറിജിനൽ എപ്പിസോഡ് ഇതുവരെ എത്തിയിട്ടില്ല. ഞാനിപ്പോ ഇതുപോലെ തന്നെയാണ് കഥ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതൊരു ചെറിയൊരു പ്രമോവിശേഷം തന്നെയാണ് കേട്ടോ. അപ്പം അതായത് വിത്ത് ഡയലോഗ് സഹിതം ഞാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് ഒറിജിനൽ കഥ എത്തിയിട്ടില്ല. ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നതുകൊണ്ട് അതൊന്നും ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കുക. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.